ഹായ് ഓൾ, ദിസ് ഇസ് ലാസ്റ്റ് മൺഡേ മോർണിംഗ് 6 o'clock തന്നെ അലാം വെച്ച് എണീറ്റ് നിലവിന് ബാക്കിയിരുന്ന അമൃതം പിടിച്ചു കൊടുത്തിട്ടാണ് ഞാൻ നേരെ കിച്ചണിലേക്ക് വന്നത്. അംഗൻവാടി വഴി നമുക്ക് കിട്ടുന്ന ന്യൂട്രിമിക്സ് ആണ് ഞാൻ ഈ അമൃതം എന്ന് പറയുന്നത്. ഈ ഒരു ടൈമിൽ അമൃതം പൊടി അങ്ങോട്ട് ചെല്ലുന്നത് കൊണ്ട് തന്നെ ഇനി ഞാൻ സ്കൂളിൽ പോകുന്നത് വരെയൊക്കെ കിടന്നുറങ്ങിക്കോളും. വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അരിഞ്ഞു വെച്ചിരുന്ന ഇത്തിരി ഉള്ളി ചേർത്ത് ഇന്നലെ ഞാൻ കുറച്ച് ക്യാരറ്റും ബീട്രൂട്ടും കൂടെ ചീകി വെച്ചിരുന്നു. ഉപ്പും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഇട്ടാണ് അത് പെരട്ടി ഫ്രിഡ്ജിൽ വെച്ചിരുന്നത്. അല്പം വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് 5 മിനിറ്റ് വേവിച്ചെടുത്താലും മെഴുക്ക് പുരട്ടി റെഡിയാവും. ഇന്നലത്തെ കുറച്ച് മീൻകറി ബാക്കി ഇരിപ്പുണ്ട്, അതുകൊണ്ട് തന്നെ നോൺ വെജ് ഒന്നും രാവിലെ കറിയാക്കാനില്ല. ബൂസ്റ്റ് നമ്മൾ കുപ്പിയിൽ മേടിക്കുന്നതിനേക്കാളും ലാഭമാണ് ഇതുപോലുള്ള ചെറിയ സാഷെ പാക്കറ്റ് മേടിക്കുന്നത്. അത് മനസ്സിലാക്കിയ പിന്നെ ഞാൻ അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പാല് തിളച്ചപ്പോഴേക്ക് അത് മാറ്റി മീൻകറി ഒന്ന് ചൂടാവാനായിട്ട് വെച്ചു. ബോട്ടിൽ സ്റ്റെറിലൈസേഷനും കാപ്പിക്കുള്ള വെള്ളം കെറ്റിൽ അപ്പോഴേക്ക് റെഡിയായിരുന്നു. മൺഡേ ആലൻ ഓഫ് ആയതുകൊണ്ട് തന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാവും. ജാമും ബട്ടറും നെയ്യും ഷുഗറും ഒക്കെ തേച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് എനിക്കും പിള്ളേർക്കും ഇഷ്ടം. പക്ഷെ ആലന് കറി വേണം. അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രി കുറച്ച് കടല മസാലകളൊക്കെ ചേർത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിനി ഒന്ന് താളിച്ചെടുക്കണം. നമ്മുടെ ബീട്രൂട്ടും ക്യാബേജും റെഡിയായി, മീൻകറിയും തിളച്ച് വന്നിട്ടുണ്ട്. ലഞ്ചിനുള്ള കറികളൊക്കെ റെഡിയായപ്പോഴേക്ക് എഗ് സ്റ്റീമറിൽ വെച്ചിരുന്ന എഗ്ഗും റെഡിയായി. ഇനിയൊന്ന് കോഫി കുടിച്ചിട്ട് വരാം. കടലക്കറിക്കായിട്ട് വേവിച്ച കൂട്ട് അവനിൽ വെച്ചൊന്ന് ഹീറ്റ് ചെയ്തെടുക്കാം. കുക്കറിൽ ചോറാവാനായിട്ട് ഇത്രയും സമയം മതി. ഇനിയൊന്ന് മാറ്റി വെച്ച് ബ്രേക്ക്ഫാസ്റ്റിന്റെ പരിപാടികളൊക്കെ കഴിയുമ്പോഴേക്ക് ചോറ് ഊറ്റാം. ബ്രേക്ക്ഫാസ്റ്റിന് ഞാനിന്ന് ഇടിയപ്പം ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. നിറപ്പറയുടേതോ മറ്റോ 6 മിനിറ്റ് ഈസി ഇടിയപ്പം പൊടിയാണിത്. ഈസിയൊക്കെ മാവ് കുഴയ്ക്കാനും പെട്ടെന്ന് വേവുന്ന കാര്യത്തിൽ മാത്രമേ ഉള്ളൂ, ഈ ഒരു പ്രോസസ്സിനില്ല. മഴ തകർത്ത് പെയ്യുന്നത് കൊണ്ട് തന്നെ ചിമ്മിനിയുടെ ആ സൈഡിൽ നിന്ന് നമ്മുടെ ബോട്ടിൽസ് വെക്കുന്ന ആ മതിലിന് പിറകിലായിട്ട് വെള്ളം ഊർന്നിറങ്ങുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇതിൽ കാണാനും പറ്റും. മേലത്തെ ഷെൽഫിന്റെ താഴെ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആണ് അങ്ങനെ നിൽക്കുന്നത്. നല്ല കാറ്റുള്ളതുകൊണ്ട് ചിമ്മിനിയുടെ എയർ വെന്റ്സിലൂടെ വെള്ളം ഇങ്ങെത്തും. ഉച്ചയ്ക്കത്തേക്ക് ഫ്രൈ ചെയ്തതൊന്നും ഇല്ലാത്തതുകൊണ്ട് ആലനായിട്ട് ഞാനൊരു ഓംലെറ്റ് ഉണ്ടാക്കി. വേവാനുള്ള ഇടിയപ്പമൊക്കെ സെറ്റായി. അത് ദേ ഇഡ്ഡലിക്കുട്ടകത്തിന്റെ അകത്തേക്ക് വെച്ചു. കടലക്കറി താളിക്കാനായിട്ട് വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് അല്പം ചെറിയുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് മൂപ്പിച്ച് നിറത്തിന് അല്പം കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മേലിത്തിരി മല്ലിയിലയും കൂടെ തൂവിയാൽ കറി റെഡി. വെള്ളം തിളച്ചു കഴിഞ്ഞാൽ 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇടിയപ്പമൊക്കെ റെഡിയാക്കി എടുക്കാം. 3 തട്ട് ഇടിയപ്പം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിള്ളേർക്കുള്ള പാല് ഒഴിച്ചു വെച്ചു. ഇനി നമുക്ക് അരി അടച്ചിടാം. കുക്കറിൽ ചോറ് വെക്കുമ്പോൾ ഒരുപാട് വെള്ളം വെച്ചാൽ അരി കുഴഞ്ഞു വരില്ല. അഥവാ കുഴഞ്ഞു വരുന്നുണ്ടെങ്കിൽ അല്പം ചൂടുവെള്ളം ഒഴിച്ച് ഒന്നുകൂടി ഊറ്റിയാൽ ചോറ് റെഡിയാവും. കുക്കൂന് ലഞ്ചിന് ചോറും കടലക്കറിയും ബീട്രൂട്ടും ക്യാരറ്റും മെഴുക്ക് പുരട്ടിയും 2 കാടമുട്ടയും കൂടെ വെച്ചിട്ടുണ്ട്. സ്നാക്സിനായിട്ട് ബിസ്ക്കറ്റ്സും നട്ട്സും വെച്ചു. മഴ ഇങ്ങനെ പെയ്യുകയാണെങ്കിൽ ഉച്ചയ്ക്ക് വീട്ടിൽ വന്ന് ലഞ്ച് കഴിക്കാനും ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാനും എൻ്റെ ലഞ്ചങ്ങ് എടുത്തു. 37 വർഷങ്ങൾക്ക് മുമ്പ് ഈ വീട് വെക്കുമ്പോൾ ഗ്യാസ് ഇരിക്കുന്നിടത്ത് അടുപ്പായിരുന്നു. അതാണ് അവിടെ ഒരു ചിമ്മിനി ഉള്ളത്. ഞാനും കുക്കുവും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് എൻ്റെ വണ്ടി കിട്ടിയിട്ടില്ലായിരുന്നു. ആലനാണ് ഞങ്ങളെ ഡ്രോപ്പ് ചെയ്യുന്നത്. കറക്റ്റ് സമയത്ത് അമ്മയും എത്തി. അങ്ങനെ സാഹസികമായ ഒരു യാത്രയുടെ അവസാനം ഞങ്ങൾ സ്കൂളിലെത്തി. അപ്പോൾ നമുക്കിനി നാളെ കാണാം.